മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 മലയാള സിനിമയുടെ കണക്കെടുത്താൽ അതിൽ 90% സിനിമയും തിയേറ്ററിൽ വിജയിക്കാതെ പോയ സിനിമകളായിരുന്നു. വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമായിരുന്നു അന്ന് വിജയിച്ചത്. മലയാള സിനിമയുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച നിമിഷമായിരുന്നു ആ സമയം. എന്നാൽ അതിനെല്ലാം ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ്. 2024 ഇറങ്ങിയ സിനിമകളെല്ലാം വിജയം കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ മലയാള സിനിമ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരിക്കുകയാണ് ആടുജീവിതം, ദി ഗോട്ട് ലൈഫ്. ഒരു കാലത്ത് കോടി ക്ലബ്ബുകൾ അന്യമായിരുന്ന ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരു മാസം തന്നെ സൂപ്പർ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ, മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ലഭിച്ചിരിക്കുകയാണ്. കോടി ക്ലബ്ബുകൾ അന്യം നിന്ന മലയാള സിനിമ ആദ്യമായി 200 കോടി ക്ലബ്ബും തൊട്ടു. ഈ വർഷം തുടക്കം തന്നെ മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരുന്നു. പ്രത്യേകിച്ച് ഫെബ്രുവരി 3 സിനിമകളാണ് ഈ മാസം റിലീസ് ചെയ്തത്. പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, 3ഉം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. ഒപ്പം കളക്ഷനിൽ വൻ കുതിപ്പും. ഭ്രമയുഗം 50 കോടി ക്ലബിൽ കയറിയപ്പോൾ പ്രേമലു 100 കോടി ക്ലബിലും മഞ്ഞുമ്മൽ ബോയ്സ് 200 കോടി ക്ലബിലും ഇടം പിടിച്ചു. നഷ്ടത്തിന്റെ കണക്കുമാത്രം പറയുമായിരുന്ന പ്രൊഡ്യൂസർമാർക്കും തിയേറ്റർ ഉടമകൾക്കും വലിയ ആശ്വാസമായിരുന്നു ഈ സിനിമകൾ സമ്മാനിച്ചത്. ഇതേപ്പറ്റി സംസാരിക്കുകയാണ് നിർമ്മാതാവായ ബി രാഗേഷ്. 100 ദിവസം കൊണ്ട് 600 കോടിയിലേറെ ക്രോസ് കളക്ഷനാണ് മലയാള സിനിമ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ കലണ്ടറിൽ മലയാള സിനിമയുടെ വർഷമാണിതെന്ന് പറയാം. നേരി എന്ന സിനിമ ഡിസംബർ അവസാനമാണ് റിലീസ് ചെയ്തത്. ആ സിനിമ ഉൾപ്പെടെ 6 സിനിമകളാണ് തുടർച്ചയായി സൂപ്പർ ഹിറ്റായത്. അതുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് വളരെ സന്തോഷമുള്ള വർഷമാണിതെന്ന് പറയാൻ കാരണം. 100 ദിവസം ആകുന്നേ ഉള്ളൂ, എങ്കിലും 600 കോടിയോളം ക്രോസ് കളക്ഷൻ നേടാനായി. വലിയൊരു കാര്യമാണത്. ഇന്നലെ ഇറങ്ങിയ ആടുജീവിതം എന്ന സിനിമ ലോക സിനിമയ്ക്ക് മലയാള സിനിമയുടെ സംഭാവനയാണ്. അത്ര മനോഹരമായ സിനിമയാണത്. ഇതും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല എന്നാണ് രാഗേഷ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യയിൽ ഇറങ്ങിയാൽ ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ വെച്ച് ആദ്യമായി സൂപ്പർ ഹിറ്റായത് ഈ മലയാള സിനിമയാണ്. അത് വളരെ സന്തോഷം തരുന്ന കാര്യവുമാണെന്ന് ബി രാഗേഷ് വ്യക്തമാക്കി.